വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് കുരുക്കിടാൻ അന്വേഷണ സംഘം. കൂടുതൽ വകുപ്പ് ചുമത്താനാണ് നീക്കം. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രാഹുൽ ഈശ്വർ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകും. 4-ാം പ്രതി സന്ദീപ് വാര്യരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. യുവതിയുടെ ഐഡന്റിറ്റി മനഃപൂർവ്വം എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് സന്ദീപ് വാര്യരുടെ വാദം. മറ്റു പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. അതേസമയം അതിജീവിതയ്ക്കെതിരായ എല്ലാ ഉള്ളടക്കവും നീക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് പോലീസ് കത്തയച്ചു. ടി വി പ്രസാദും ഹരിയും തന്നെ ഉണ്ട്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. രാഹുൽ ഈശ്വരനെതിരെ ഇന്നലെ ചുമത്തിയ അവസാനത്തെ ഒരു വകുപ്പെന്ന് പറയുന്നത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ജാമ്യം നിഷേധിക്കാൻ പോകുന്ന വകുപ്പാണ്. ആദ്യമായിട്ട് 2 വകുപ്പുകളും ജാമ്യം കിട്ടുന്നതാണെങ്കിലും പക്ഷേ ഇക്കൂട്ടർക്ക് ഇത്തരത്തിലൊരു നിയമ നടപടി വേണമെന്ന് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന സമയത്താണ് കേരള പോലീസ് കൃത്യമായി സ്ട്രൈക്ക് ചെയ്തത്. അതും കേരള പോലീസിനെയും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെയൊക്കെ വെല്ലുവിളിച്ചാണ് രാഹുൽ ഈശ്വർ ഈ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അയാളെ പിടികൂടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ടോ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, കാരണം രാഹുൽ ഈശ്വറിൻ്റെ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം അത് തടയണമെങ്കിൽ കൂടുതൽ വകുപ്പ് ചേർക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിൻ്റെ മുമ്പിലുള്ള പോംവഴി. കാരണം ഇന്നലെ പോലീസ് പിടിക്കുന്ന സമയത്ത്, പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കാൻ വന്ന സമയത്ത് പോലും ആ സമയത്ത് വീഡിയോ എടുത്ത് പിന്നീട് അത് ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് പോലും നമ്മൾ കണ്ടതാണ്. അതായത് എന്തോ വലിയ അഭിമാനം ചെയ്തു എന്ന രീതിയിലാണ്, അഭിമാനമുള്ള കാര്യം ചെയ്തു എന്ന രീതിയിലാണ് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതിനെ പോലും ആ രാഹുൽ ഈശ്വർ കാണുന്നത് എന്നുള്ളതാണ്. അതായത് നിരന്തരം നമ്മൾ കണ്ടതുപോലെ നമ്മുടേതുൾപ്പെടെയുള്ള ചാനലുകളിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഈ അതിജീവിതയെ വല്ലാതെ മോശക്കാരിയാക്കാനുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അത് വലിയ ക്രെഡിറ്റായി കരുതുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കണ്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശിഷ്യന്മാരായ ചില ആളുകളും ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പ്രചരിപ്പിക്കുന്നതെടുത്ത് അവരുടെ വാളുകളിൽ പ്രദർശിപ്പിക്കുകയും ഒന്നുകൂടി രൂക്ഷമായി യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ ചിത്രവും വീഡിയോയും എല്ലാം പ്രദർശിപ്പിക്കാൻ കാരണക്കാരിൽ ഒരാൾ അത് രാഹുൽ ഈശ്വർ തന്നെയാണ്. നമ്മൾ ഇന്നലെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ളവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യാനുള്ള ആഹ്വാനം നമ്മൾ കണ്ടു. അതിലും കൂടുതലാണ് ഒരുപക്ഷെ ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ ചെയ്യുന്നത്. മാത്രവുമല്ല ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലിയ എന്തോ സംഭവമാണ് എന്ന നിലയിലാണ് ഇപ്പോഴും രാഹുൽ ഈശ്വർ വിശ്വസിച്ച് വയ്ക്കുന്നത്. പൂർണ്ണ പിന്തുണയുമായി രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യയുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അരുൺ, കൂടുതൽ വകുപ്പ് ചുമത്താൻ ഉദ്ദേശിക്കുന്നു. രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. നിലവിലുള്ളതും ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ്. കൂടുതൽ ജാമ്യമില്ലാ വകുപ്പുകൾ എന്തൊക്കെ ചേർക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് ഇതിൽ പരിശോധിക്കുന്നത്. മാത്രവുമല്ല രാഹുൽ ഈശ്വർ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിൻ ആയിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകളെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. അരുൺ, ഓക്കെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് രാഹുൽ ആൺകൂട്ടത്തിൽ എന്നിടണമായിരുന്നു എന്ന് തോന്നുന്നു. ആരൊക്കെയാണ് രാഹുലിൻ്റെ ആൺകൂട്ടം? ഒന്ന് സന്ദീപ് വാര്യർ, ബെസ്റ്റ് കക്ഷി. ഒന്ന് ഇപ്പോൾ ഇതാ രാഹുൽ ഈശ്വർ, പിന്നെ രഞ്ജിത പുളിക്കൻ, അഡ്വക്കേറ്റ് ദീപ ജോസഫ്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് എന്നതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതോടക്കമാണ് ചില സൈബർ ഗ്രൂപ്പുകളും. ഇപ്പോൾ ഹരി കൂടി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഹരി, ഈ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നെടുത്ത ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഒരുപാട് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഈ രാഹുൽ ആൺകൂട്ടത്തിൽ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പോരിനിറങ്ങുന്നത് നമ്മൾ കണ്ടു. കുറച്ച് മണിക്കൂറുകളെ നിലനിന്നിരുന്നുവെങ്കിൽ ഒരുപാട് ഷെയർ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മെറ്റയ്ക്ക് പോലീസ് കത്തയച്ചിട്ടുണ്ട്. മാത്രമല്ല നഗ്നദൃശ്യങ്ങൾ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുണ്ട് എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണോ പോലീസിൻ്റെ നീക്കം? അരുൺ, തീർച്ചയായിട്ടും പോലീസ് അതിവേഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെറ്റയ്ക്ക് കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഈശ്വറും ഈ കേസിലെ സന്ദീപ് വാര്യർ അടക്കമുള്ള മറ്റു പ്രതികളെയും കൂടാതെ ബാക്കി സാമൂഹ്യ മാധ്യമത്തിൽ രാഹുൽ അനുകൂലികൾ നിരന്തരമായി അതിജീവിതയെ അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു, അവരുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇതിന് സംഘടിതമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം. അപ്പോൾ അതൊക്കെ തന്നെ നേരത്തെ അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ കൈകളിൽ എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മെറ്റയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. അതായത് ഒന്നിലധികം ഇത്തരത്തിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പോസ്റ്റുകൾ, കമന്റുകൾ ഒക്കെ തന്നെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് മെറ്റയ്ക്ക് മുമ്പിൽ പോലീസ് വെച്ചിരിക്കുന്നത്. അത് അടിയന്തരമായി തന്നെ അക്കാര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു കേസിലെ അതിജീവിത എന്നുള്ള നിലയ്ക്ക് തന്നെ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് മെറ്റ ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ടി വി പ്രസാദും ഇക്ബാൽ അറയ്ക്കലും.